അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് 12ാമത്തെ നോയമ്പാണ്. അള്ളാഹുവിനോടുള്ള അതിയായ ഇഷ്ടം, സൃഷ്ടികളോടുള്ള അതിയായിട്ടുള്ള ഇഷ്ടം, ഇതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് ഫിക്കറോടെയും ശുക്രോടെയും ദിക്റോടെയും ഒക്കെ അധികരിച്ച് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നാം പരിശുദ്ധമായിട്ടുള്ള റമദാൻ മാസത്തിലെ നോയമ്പുകളെ ഇബാദത്തുകൾ കൊണ്ട് നാം അലങ്കരിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ മഹത്തായ നന്മകൾ, അധികരിച്ച പ്രതിഫലങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി നോയമ്പ് അനുഷ്ഠിക്കുന്ന ഈ വേളയിൽ നാളെ ആഖിറത്തിൽ മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടി നാം അനുഷ്ഠിക്കുന്ന ഈ നോയമ്പും പരിശുദ്ധ ഖുർആനും നമുക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കുമെന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. അത്രയേറെ പ്രാധാന്യം ഉള്ളതാണ് റമദാൻ മാസത്തിലെ നോയമ്പ് അനുഷ്ഠിക്കലും അതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും ഒക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓതിയ ഖുർആൻ ആയത്തുകൾ, നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള നമസ്കാരം ഉൾപ്പെടെയുള്ള എല്ലാ ഇബാദത്തുകളും നാളെ നമ്മുടെ ഖബറിടത്തിൽ കൂട്ടുകാരായി എത്തുന്ന ആ ഒരു നല്ല അനുഭവം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുവാൻ, നമ്മുടെ ഖബറുകൾ നല്ല നിലയിൽ പ്രകാശിക്കുവാൻ, വിശാലമാകുവാൻ നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഓരോ മനുഷ്യരും തിരിച്ചറിയണം. വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യം, കഴിഞ്ഞ നോയമ്പ് കാലയളവിലും ഈ നോയമ്പ് കാലയളവിലുമൊക്കെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. പാലസ്തീൻ ജനത അനുഭവിച്ച ദുരന്തങ്ങൾ, അവിടെ നടന്ന വളരെ പൈശാചികമായിട്ടുള്ള യുദ്ധക്കെടുതികൾ, ജീവനാശങ്ങൾ ഒക്കെ നമ്മളെ അന്നും നൊമ്പരപ്പെടുത്തിയിരുന്നു. ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഇറാനിൽ 140ഓളം പിഞ്ചു കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, ഒരു സ്കൂളിൽ മുഴുവൻ കുട്ടികളും കൊല്ലപ്പെടുന്ന സാഹചര്യം, അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണങ്ങൾ, ഒരു രാഷ്ട്രത്തലവനെ വളരെ നിഷ്കരണം കൊല്ലുന്ന ക്രൂരമായ പൈശാചികമായിട്ടുള്ള വിനോദങ്ങൾ, എന്നിട്ട് അഹങ്കാരത്തോടു കൂടി വിളിച്ചു പറയും, ഞങ്ങൾ ഇത്ര പേരെ കൊന്നു, ഇത്ര കപ്പലുകൾ നശിപ്പിച്ചു, ഇത്ര സ്കൂളുകൾ തകർത്തു, ഇന്ന എയർപോർട്ടുകൾ നശിപ്പിച്ചു, എന്തെല്ലാം പറയാൻ കഴിയുമോ അതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്തോ വലിയ മേന്മ പറയുന്നത് പോലെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. ഇതൊരു ക്രെഡിറ്റാണ്. ഇത്രയും ജീവനാശം സംഭവിച്ചു, ഇത്ര നഷ്ടങ്ങൾ വരുത്തി, അത് വലിയൊരു അഭിമാനമായിട്ട്